ഹലോ ഫ്രണ്ട്സ്, ഇഷാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നത് ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനും ഏട്ടനും കൂടെ സ്കൂട്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. ചേട്ടൻ ഓട്ടോയിൽ തന്നെയാണ് വന്നത്. ഞങ്ങൾ നേരെ അവളുടെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ വീടെത്തി. ഇതാണ് എൻ്റെ അനിയത്തി, അതാണ് മോൻ കേട്ടോ. അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അവൻ്റെയാണ് പിറന്നാളുകാരൻ. ഫോട്ടോയ്ക്ക് നന്നായിട്ട് അവൻ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഹാളിലെത്തി കേട്ടോ. ഹാളിൽ അത്യാവശ്യം ഹോളൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ കൊണ്ടുവച്ചു. പിന്നെ അധികം വൈകിപ്പിച്ചൊന്നുമില്ല, കാരണം പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തു. കാരണം കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവന് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ വഴക്ക് തുടങ്ങിയപ്പോൾ പിന്നെ വേഗം കട്ട് ചെയ്തു. ഞങ്ങൾക്കൊരു അമളി പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പോട്ടർ പൊട്ടിക്കാൻ മറന്നുപോയി ഗൈസ്. തൊപ്പിയിട്ട് കൊടുക്കാനും മറന്നുപോയി. കാരണം പിറന്നാളിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം വാങ്ങിയൊക്കെ വെച്ചു. പക്ഷേ ആ സമയത്ത് അതിട്ട് കൊടുക്കാൻ ഞങ്ങൾ ആരും തന്നെ ഓർത്തില്ല. കാരണം പെട്ടെന്നുള്ള കേക്ക് കട്ടിയലായിരുന്നു. ഞാൻ ക്യാമറയും കൊണ്ട് എത്തുമ്പോഴത്തേക്ക് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മോന് നന്നായി വിശക്കുന്നതുകൊണ്ട് നമ്മൾ ആ സമയത്ത് അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. കാരണം അവൻ വഴക്കുണ്ടാക്കുന്നതിന് മുന്നേ വേഗം ആ പരിപാടി അങ്ങ് നടത്താമെന്ന് വിചാരിച്ചുള്ളൂ. പിന്നെ വളരെ ഭംഗിയായിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു. ഒരു 10-300 ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവൻ്റെ ഫാമിലിയിൽ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ റിലേറ്റീവ്സും നമ്മുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പൂച്ചന് ഇതാ കേക്ക് കൊടുക്കണം പറഞ്ഞിട്ട് അമ്പൂച്ചൻ പോയി കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളോട് ഭയങ്കര കാര്യമാണ് അവന്. പിന്നെ എല്ലാവരും കുഞ്ഞിനുള്ള ഗിഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡ്രസ്സും കളിപ്പാട്ടങ്ങളും വണ്ടികളും അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ടോയ്സും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ തന്നെ ഒതുക്കി വെച്ചു കേട്ടോ. ഭക്ഷണം ബിരിയാണിയും സദ്യയും ആയിരുന്നു ഉണ്ടായത്. 2 കൂട്ടം പായസം അടങ്ങുന്ന സദ്യയും ബിരിയാണി ആയിരുന്നു ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോയോ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് എനിക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം നല്ല തിരക്കായിരുന്നു. കാരണം ഇത്രയും ആളുകൾക്ക് കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ നിന്നതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാതായത്. അത് വെരി സോറി, അത് എടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു. കാരണം വയനാട്ടിൽ നിന്ന് ഞാൻ 2 ദിവസത്തെ ഒരു ഗ്യാപ്പിന് വന്നതാണ്. അങ്ങനെ വന്ന് വീഡിയോ എടുത്ത് ദാ അവളുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു. ഇത് ജസ്റ്റ് വെറുതെ ഒരു ഷോയ്ക്ക് പൊട്ടിക്കുന്നതാണ് കേട്ടോ ഗൈസ്, വേറൊന്നുമല്ല. കാരണം മറന്നു പോയതുകൊണ്ട് എന്താണെങ്കിലും വാങ്ങിയതല്ലേ, എങ്ങനെയെങ്കിലും ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. കാരണം അമ്മയില്ലാതെ ഞങ്ങൾ നടത്തിയ ആദ്യത്തെ ഒരു പരിപാടിയായിരുന്നു. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാൻ കേക്ക് കൊടുക്കാൻ പോയത്. കാരണം എല്ലാ തിരക്കും കഴിയട്ടെ എന്ന് വിചാരിച്ച് സമാധാനത്തോടു കൂടി കൊടുക്കാമെന്ന് ഓർത്തു. കാരണം എല്ലാവരും കൂടെ തിക്കും തിരക്കും ആകുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒതുങ്ങി നിന്നതായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പോയി കേക്കൊക്കെ കൊടുത്തു, അവൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വന്നു. പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ മാത്രം എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അതിന് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫാമിലി വ്ളോഗ് ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ അവിടുത്തെ ഫാമിലി ചെയ്തിരുന്നു. ഇനി ഇവിടെ ഏട്ടൻ്റെ ഫാമിലിയിൽ ഒരു വീഡിയോയും കൂടി ചെയ്യാം. അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റ ബൈ, സീ യു.